നമസ്കാരം. ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും ലഭിച്ച ബോംബ് ഭീഷണി വ്യാജമെന്ന് നോർത്ത് DCP മനോജ് മീണ രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ദില്ലിയിലെ 6ലധികം സർക്കാർ ആശുപത്രികളിലുമായിരുന്നു ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല എന്നുകൂടി DCP വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു അജ്ഞാത അക്കൗണ്ടിൽ നിന്നാണ് എയർപോർട്ടിൽ ബോംബ് ഭീഷണി ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, മെയ് 1-ാം തീയതി ദില്ലിയിലെ 131 സ്കൂളുകളിൽ ഇത്തരത്തിൽ ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അത് വ്യാജമായിരുന്നു എന്ന് കണ്ടെത്തി. ഇതുവരെയുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ മാധ്യമങ്ങൾ വഴി അറിയുന്നുള്ളൂ. എന്നാൽ ഇത്തരത്തിലുള്ള തുടർച്ചയായ ബോംബ് ഭീഷണികളെ വളരെ കാര്യമായി തന്നെയാണ്, വളരെ ഗൗരവതരമായി തന്നെയാണ് സുരക്ഷാ ഏജൻസികളും കേന്ദ്ര സർക്കാരും നോക്കിക്കാണുന്നത്. വളരെ നിസ്സാരമായി ഒരു വ്യാജ ഭീഷണി എന്ന തരത്തിൽ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ഇത്തരത്തിലുള്ള തുടർച്ചയായ ഭീഷണികൾ. പ്രത്യേകിച്ചും രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കും എന്ന് നേരത്തെ ഖാലിസ്ഥാൻ അനുകൂല ചില ഗ്രൂപ്പുകളും മറ്റും വെല്ലുവിളിച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു. ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് പലയിടങ്ങളിലും മെട്രോകളിലടക്കം ഖാലിസ്ഥാൻ അനുകൂല ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ വ്യാജ സന്ദേശങ്ങൾ എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ പോലും തുടർച്ചയായ ഭീഷണികളുടെ പിന്നാമ്പുറം തേടി അതിശക്തമായ അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. ഈ ഭീഷണികളുടെയൊക്കെ ഉറവിടം എവിടെയാണ് എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം അത് ഉടൻ തന്നെ രാജ്യത്തിന് ലഭിക്കുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.